ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എത്ര ചിലവായി. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോണത്. ഞാൻ മൊത്തം കണക്ക് കൂട്ടിയിട്ടോ ഏകദേശം ഞങ്ങളോട് പറഞ്ഞുതരാം. നമ്മളെ ടൂറ് ഇന്നത്തോടു കൂടി അവസാനിച്ചിട്ടോ. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് നാട്ടിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ മണാലിയിൽ നിന്ന് രാത്രി 10:30 ആകുമ്പം ഇറങ്ങി ഏകദേശം ഒരു 5:30 മണിയാകുമ്പോൾ നമ്മൾ ഡൽഹിയിലെത്തി. അവിടുന്ന് സുബി സ്കരിച്ച് വീണ്ടും ഇറങ്ങിട്ടോ. നമ്മൾ ഒറ്റ സ്ട്രെച്ചിടെ പോവാണ്. കാരണം എന്താ വെച്ചാൽ വേഗം നാട്ടിലെത്താൻ വേണ്ടിയിട്ട് രാത്രിയും പകലൊക്കെ ഡ്രൈവിംഗ് ആണ്. അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ബർഗർ കിങ് കയറി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ വിട്ട് CNG അടിക്കുക നേരെ വിടുക, CNG അടിക്കുക നേരെ വിടുക. വേറെ പരിപാടിയൊന്നും ഇട്ടോ. കാരണം എന്താ വെച്ചാൽ മണാലി എത്തിയ മുതൽക്ക് നമുക്ക് CNG ഇട്ടാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഇടക്കിടക്ക് പമ്പ് കയറണം. CNG വണ്ടി ആയതുകൊണ്ട് കൂടുതൽ മൈലേജ് ഉണ്ടെങ്കിലും ഇടക്കിടക്ക് പമ്പ് കയറണം. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങനെ എക്സ്പ്രസ് ഹൈവേ ആയതുകൊണ്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയൊന്നും ഇല്ലട്ടോ. ഫുഡ് കോർട്ട് കണ്ടപ്പോൾ പിന്നെ സൈഡാക്കി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. നേരെ മസാല ദോശയും കഴിച്ച് അവിടുന്ന് വിട്ടിട്ടോ. നല്ല അടിപൊളി മസാല ദോശയാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ മധ്യപ്രദേശ് എത്തി. അവിടുന്ന് സൈഡാക്കി മഗ്‌രിബ് ഇശാക്ക് നിസ്കരിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ട്. പിറ്റേന്ന് രാവിലെ പിന്നെ നീക്കിനെ. രാവിലെ എത്തിയപ്പോൾ മഹാരാഷ്ട്ര എത്തിന്. സംഭവം വണ്ടി KSRTC ആണെങ്കിലും കേൾക്കലില്ല തോന്നുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കുറെ ആൾക്കാർ റോട്ടുമ്പോൾ കൂടെ നടന്നു പോകുന്നത് എന്താ സംഭവം എന്നറിയില്ല. ലിബു അറിയാം ഉസ്താമാർ കുറെ നടന്നു പോകണ്ടല്ലോ എന്ന്. ഓൻക്കറിയില്ലത് സാധാരണക്കാരാണെന്ന്. വെള്ളിട്ടോലും മാത്രമല്ല കുറെ ആൾക്കാരും നടന്നു പോകുന്നുണ്ട്. എന്തോ പ്രത്യേകിച്ച് ഒരു പരിപാടി നടക്കുന്നുണ്ടോ. എന്താ സംഭവം എന്നറിയില്ല. നമ്മൾ ഇനി അധികം ഫുഡ് ഉണ്ടാക്കണമെന്നില്ല. രാവിലത്തെ ഒറ്റ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനവും പിന്നെ ഒറ്റ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനം മാത്രം നമ്മളെ കയ്യിലുള്ളൂ കേട്ടോ. ഒരു ഒഴിഞ്ഞ പറമ്പിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വണ്ടി സൈഡാക്കി നേരെ ഗ്രീൻ പീസും ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഗ്രീൻ പീസ് ഒക്കെ റെഡിയാക്കി ചായയും കട്ടച്ചായയും റെഡിയാക്കി നമ്മൾ തിന്നാൻ തുടങ്ങി. ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞല്ലോ അടിപൊളി ടേസ്റ്റാ. അങ്ങനെ പൂർണ്ണ വൈക്കത ഒരു VR-ലെ വണ്ടി ഉറങ്ങിയതാണ് തോന്നുന്നത്. ഡ്രൈവറായ ആകെ ഒരു പേടി. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ട്രിപ്പിൽ നമ്മളെ പോലീസ് പിടിച്ച് ഒരു കാര്യമില്ലാതെ നമുക്ക് എന്ത് ചെയ്ത് 200 രൂപ ഫൈൻ എന്ന് പറഞ്ഞാൽ റെസീറ്റ് ഒന്നും ഇല്ലാത്ത കൈക്കൂലി. ആ കാര്യത്തിൽ നമ്മളെ കേരളം മുന്നിലാട്ടോ, ഒന്നും പറയാനില്ല. അങ്ങനെ നമ്മൾ ബീജാപ്പൂർ നമ്മളെ സ്വന്തം പമ്പായ റിലയൻസിൽ കയറി നേരെ കുളിച്ച് മാറ്റി ഫ്രഷ് ആയി അവിടെ തന്നെ ഇറങ്ങി കുറച്ച് മുന്നോട്ട് വന്നത് നമ്മൾ സാധാരണ ലോറിയിൽ പോകുമ്പോൾ വെച്ചുണ്ടാക്കുന്ന സ്ഥലത്ത് നിന്നാട്ടോ നമ്മൾ കുക്കിംഗ് ചെയ്യണേ. ഇതോടുകൂടി നമ്മൾ വെച്ചുണ്ടാക്കലും സാധനങ്ങളൊക്കെ തീരുട്ടോ. നമ്മൾ എന്ത് ചെയ്ത് റിച്ച് ആവായിരിച്ചു. നല്ല നെയ്ച്ചോറും കോഴിപ്പൊരിച്ചും കോഴിക്കറിയും അത് വെക്കായിരിച്ചു. കോഴി വാങ്ങാൻ പോയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടോ. കാരണം കോഴി വാങ്ങണ ചങ്ങായി നമ്മളെ ഫോളോസ് ആണല്ലോ. അങ്ങനെ ഓന് കോഴിയൊക്കെ നല്ല ഉഷാറാക്കി നമുക്ക് തന്ന് നമ്മൾ എന്ത് ചെയ്ത് കോഴി പൊരിച്ചുണ്ടാക്കാനുള്ള മസാല ഒക്കെ കൂട്ടി. അങ്ങനെ നമ്മളെ സാധനങ്ങളൊക്കെ ഏകദേശം ഒരു 3 മണിയാകുമ്പോൾ റെഡി ആയി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ രാവിലെ ഗ്രീൻ പീസ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഉച്ചക്ക് നമ്മൾ എന്ത് ചെയ്ത് ദമ്മാക്കി അടിപൊളിയുണ്ട്, ഒന്നും പറയാനില്ല. അങ്ങനെ നമ്മൾ ട്രിപ്പിന്റെ അവസാന ഫുഡ് ഉണ്ടാക്കലും കഴിഞ്ഞ് നമ്മൾ നേരെ അവിടുന്ന് വിട്ടു. നമ്മൾ വൈകുന്നേരമാണ് അവിടുന്ന് പോകുന്നത്. ഏകദേശം ഒരു പുലർച്ചെ 2 മണി 3 മണിയാകുമ്പോൾ നമ്മൾ കേരളത്തിലെത്തി. അങ്ങനെ നമ്മൾ നേരെ കാസർഗോഡ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. കേരളത്തിലെത്തിയപ്പോൾ വല്ലാത്ത സന്തോഷം കേട്ടോ. അങ്ങനെ പയ്യന്നൂരെത്തി നമ്മൾ എന്ത് വീണ്ടും CNG അടിക്കാൻ വേണ്ടി സൈഡാക്കി. ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എത്ര ചിലവായി. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോണത്. ഞാൻ മൊത്തം കണക്ക് കൂട്ടിയിട്ടോ ഏകദേശം ഞങ്ങളോട് പറഞ്ഞുതരാം. ഈ മൊത്തത്തിലുള്ള കണക്ക് പറയുകയാണെങ്കിൽ 1,10,000 രൂപ നമുക്ക് വണ്ടിന്റെ ലാസ്റ്റ് സർവീസ് അടക്കം വന്നിട്ടോ. നാട്ടിലെത്തിയിട്ടുള്ള ഒരാൾക്ക് 27,500 രൂപ ചെലവ് വന്നിട്ട് മൊത്തത്തിൽ. അങ്ങനെ നമ്മൾ നാട്ടിലെത്തി നേരെ ബീഫും പൊറോട്ടയും കഴിക്കാൻ വേണ്ടി പോയിട്ടോ. നിങ്ങൾക്ക് ഓരോന്നോരോന്നുള്ള ചെലവ് വേണമെങ്കിൽ അത് വേറെ പറഞ്ഞു. ഭക്ഷണത്തിന് നമുക്ക് 16,500, CNGക്ക് നമുക്ക് 11,500, പെട്രോൾ മാത്രം നമുക്ക് 30,000 രൂപ വന്നിട്ടോ. ബാക്കി ചെലവ് അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിയതാണ്. അങ്ങനെ അതാ വീട്ടിലെത്താനായപ്പോൾ ടൂർ അവസാനിച്ച സങ്കടം എല്ലാവരും മുഖത്തൊന്നും ഇങ്ങനെ വരുന്നുണ്ടോ. സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. വീട്ടിലെത്താനേ ഇതാ നമ്മളെ ശുക്രിയ ബേക്കറി നമ്മൾ ഇടുമുയിക്കുന്നതാ നേരെ വീട്ടിലേക്ക് പോകണേ. അപ്പോൾ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോത്തുള്ളൂ. ശരി എന്നാ, ഓക്കെ, ബൈ.